വെൽക്കം ബാക്ക്. പതിവ് പോലെ തന്നെ ഏറെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത്. അതേ മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ രണ്ട് ദമ്പതികൾ, അതേ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സ്. നമുക്കറിയാം ഈ രണ്ട് ദമ്പതികൾ രണ്ടുപേരും തമ്മിൽ ഏതാണ്ട് 20 വയസ്സോളം വ്യത്യാസമുള്ള ഈ ദമ്പതികളായിട്ട് കൂടി ഇവരുടെ സ്നേഹവും കെയറിങ്ങും കണ്ടപ്പോൾ നമ്മൾ അവരെ നെഞ്ചിലേറ്റുകയായിരുന്നു. അതേ ടി ഫാമിലിയുടെ ഷെമിയും ഷെഫിയും നമുക്ക് അന്യരല്ല. ഷെമിക്കും ഒരു കുഞ്ഞിക്കാൽ കൂടി കാണാൻ വേണ്ടി നമ്മൾ ചില്ലറയല്ല കാത്തിരുന്നത്. എന്നാൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ആ ഒരു ആഗ്രഹം നടക്കാതെ പോയി. ഏറ്റവും ഒടുവിൽ ഷെമിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്കറിയാം. ഷെമിയുടെ ഓരോ ആഗ്രഹങ്ങൾ ഓൾ പ്രേക്ഷകരോടുകൂടി പങ്കുവച്ചിരുന്നു. ഓളെ ഏറ്റവും വലിയ സ്വപ്നം മറ്റൊന്നുമായിരുന്നില്ല, തന്റെ ഐശുവിനോടൊപ്പം തന്റെ ആദ്യഘട്ടിലെ 2 മക്കളോട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്വപ്നം കണ്ടുറങ്ങുന്ന ഷെമീത്തെയാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത്. ഷെമിയുടെ ഈ ഒരു ഷെബി എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്ന ഷെമിയെയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഷെമീത്തയുടെ ചില വീഡിയോസ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായിരുന്നു ഷെമീത്തയുടെ മനസ്സിൽ? ഷെമീത്തയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു ഉമ്മയ്ക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഷെമീത്തയുടെ വീഡിയോസ് വരട്ടെ. തൃശ്ശൂര് ഷെഫിനാസിലാണ് കേട്ടോ ഉള്ളത്. എനിക്ക് അന്ന് കൊച്ചി അടുപ്പള്ളിന്ന് ചെയ്തിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഒന്നും കൂടി വന്നതാണ്. എൻ്റെ മുടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തീരെ തിക്നെസ്സും ഇല്ല, നല്ല മുടി കൊഴിച്ചിലും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് പെർമനന്റ് എയർ എക്സ്റ്റൻഷൻ ചെയ്യാന്ന് വിചാരിച്ചു. ഷെഫിനാസിൽ പെർമനന്റ് ഹൈബ്രോ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഫൈനലി ഷെമിന്റെ ഹെയർ കണ്ടപ്പോൾ അടിപൊളി, ഒരു രക്ഷയില്ല, വേറെ ലെവൽ തന്നെ. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? അപ്പൊ ഗൈസ് ഈ ലൊക്കേഷൻ മറക്കണ്ട, തൃശ്ശൂർ റൗണ്ട് ബെനി ഹെറിറ്റേജില് ഫസ്റ്റ് ഫ്ലോറിലാട്ടോ ഷെഫിനാസ് ഉള്ളത്. ഞങ്ങൾ 3 ആളും അടിപൊളി. അതായത് ഷെമീത്തയുടെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഒരു നിക്കാഹ് കൂടാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് ഞാൻ സംശയിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഷെമീത്തയുടെ 2 മക്കളിൽ മൂത്തയാളുടെ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. 2 ആഴ്ച മുമ്പ് ഷെമീത്തയുടെ മൂത്ത മകളുടെ നിക്കാഹ് നടന്നിരിക്കുന്നു. ഷെമീത്തയ്ക്ക് ആ ഒരു നിക്കാഹിൽ ക്ഷണം ലഭിച്ചോ? എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, മക്കളെ സ്നേഹിക്കുന്നതിൽ ഒരു കാലത്ത് ഷെമീത്തയെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. സ്വന്തം മക്കളെ നല്ല അന്യ മക്കളെ പോലും ഷെമീത്ത വലിയ രീതിയിൽ വാത്സല്യിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. നമുക്കറിയാം, ഷെമീത്ത പറഞ്ഞ നമ്മൾ കേട്ടതാണ്. ഷെമീത്ത ഉപേക്ഷിച്ച് പോയ ആ 2 മക്കളും ഭർത്താവും ഷെമീത്ത ഉപേക്ഷിച്ച് പോയിട്ട് കൂടി ആ ഒരു കല്യാണം കൂടാനും കല്യാണം സംബന്ധിക്കാനും വേണ്ടി ഷെമീത്ത എന്ന് പറയുന്ന ആ വലിയ മനസ്സിനുടമ തയ്യാറാവുകയായിരുന്നു. കല്യാണം കൂടാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി ഷെമീത്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഷെമിനെയും കൂട്ടി എത്തിയത് ലൈറ്റ് വെയിറ്റിന്റെ ഒരു കലവറയിലേക്കാട്ടോ. ഇവിടുത്തെ കളക്ഷന്റെ കാര്യം പറയുകയാണെങ്കിലോ രക്ഷയില്ല കേട്ടോ, അടിപൊളിയാ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ, ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് ക്യാഷ് കൊടുക്കാൻ പറ്റാത്ത ആൾക്ക് 2-3 തവണകളായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എവിടെ ഉള്ളത്? കോഴിക്കോട് മാവൂർ റോഡിലുള്ള മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലാട്ടോ. ഇപ്പൊ ഡയമണ്ടിലേക്ക് വരികയാണെങ്കിലോ അതിലും ഉണ്ട് അടിപൊളി കളക്ഷൻ. 65% ഓഫറും ഉണ്ട്. വെഡിങ്ങിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മറ്റു ജ്വല്ലറിനെയൊക്കെ അപേക്ഷിച്ച് പണിക്കൂലിയിലൊക്കെ ഒരുപാട് കുറവുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യും. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ഗോൾഡിന്റെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തത് വരാം. പിന്നെ 2 ഗ്രാമിലൊക്കെ വരുന്ന അടിപൊളി പാദസരത്തിന്റെ കളക്ഷൻസ് ഉണ്ട്. ഡയമണ്ടിന്റെ നോസ്പിന്നിനൊക്കെ വെറും 5500 രൂപ മുതലാട്ടോ സ്റ്റാർട്ടിങ്. പിന്നെ വേറൊരു കാര്യം, വരെ പുതിയ ബ്രാഞ്ച് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നെക്സ്റ്റ് മന്ത് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ നമ്മള് മഹാരാജന്റെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മാവൂർ റോഡ് അരയെടുത്തുപാലം നിയർ ഗോകുലം മാൾ. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മകളുടെ നിക്കാഹ് കൂടാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഷെമീത്തയ്ക്ക് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഷെമീത്തെ സ്വന്തം മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത്.
എങ്ങനെയാണ് ഷെമിത്തയ്ക്ക് ഈ ഒരു തിരിച്ചടി താങ്ങാനാവുക എനിക്കറിയത്തില്ല. ഒരു ഉമ്മയ്ക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവില്ല. നമുക്കറിയാം ഷെമീത്ത എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഈ ഒരു പഹയനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഒരുപാട് പഴികേട്ടതാണ്. ഷെമിത്തയ്ക്ക് മുൻകാല ജീവിതത്തിൽ ഉണ്ടായ ക്ലേശകരമായ ആ ഒരു ജീവിതത്തെ തുടർന്ന് ഷെമീത്ത തന്നെ തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ്. അതായത് ഷെമീത്ത ഉപേക്ഷിച്ച് 2 ഭർത്താവും മക്കളും പോകുകയായിരുന്നു. എന്നാൽ കൂടി അവരുടെ കല്യാണത്തിന് പോകാൻ വേണ്ടി തയ്യാറായി അതിനുവേണ്ടി കാത്തിരുന്ന ഷെമീത്ത നിക്കാഹ് നടക്കുന്ന പുരയുടെ 7 പോലും ഷെമീത്ത എന്ന് പറയുന്ന ഈ ഒരു കള്ളഹിമാറ് വരരുത് എന്നൊരു തീരുമാനമാണ് പള്ളിക്കാരും അവരുടെ ബന്ധുക്കളും ഒക്കെ എടുത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിക്കാഹിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ വിവരങ്ങൾ തരാൻ സാധിക്കില്ല, അവരുടെ പ്രൈവസി മാനിച്ചു. എനിവേ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു. ഷെമീത്തെ മകളുടെ കല്യാണത്തിന് വിളിച്ചില്ല എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. ഷെമീത്തയുടെയും ഷെഫിയുടെയും ഇൻസ്റ്റഗ്രാം പേജ് ഉൾപ്പെടെയുള്ള പേജുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും മകളുടെ കല്യാണത്തിന് പോയതായോ നിക്കാഹിന് കൂടിയതായിട്ടോ ഉള്ള ഒരു വീഡിയോസും കാണാൻ സാധിക്കുന്നില്ല. ഏറെ ദുഃഖകരമായൊരവസ്ഥ. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ തരണം ചെയ്യുക ഷെമീത്ത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം ഇവരുടെ ഈ നിക്കാഹ് കഴിഞ്ഞ സമയത്തൊക്കെ വലിയ രീതിയിൽ ഒരു വൈറൽ ഫാമിലി ആയിരുന്നു. വെറൈറ്റി മീഡിയ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ സദാസമയവും ഇവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഷെമീത്തയുടെ കുസൃതിയും കാര്യങ്ങളും ഒക്കെ കാണാൻ ഏറെ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ ഏറെക്കുറെ ഈ ഒരു ഫാമിലി അപ്രത്യക്ഷമായിരിക്കുന്നു. ടി ഫാമിലി നെഞ്ചിലേറ്റിയ കള്ളഹിമാറുകൾ എവിടെ പോയി എന്നാണ് മനസ്സിലാവാത്തത്. എനിവേ ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. സോഷ്യൽ മീഡിയയും കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇന്റർവ്യൂസ് ഒന്നുമില്ല. അതിനോടൊപ്പം താൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മകളുടെ കല്യാണം കൂടുക, മകളുടെ നിക്കാഹിനെ സംബന്ധിക്കുക എന്ന ആ വലിയ സ്വപ്നം തകർന്നിരിക്കുന്നു, താറുമാറായിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ ടി ഫാമിലിയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിരുന്നു. ടി ഫാമിലിയുടെ സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടായിരിക്കാം ഷെമീത്തയെ കല്യാണത്തിന് വിളിക്കാതെ അവോയ്ഡ് ചെയ്തിട്ട് പൂർണ്ണമായി അവോയ്ഡ് ചെയ്ത് മകൾ നിക്കാഹ് കഴിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്? ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതിൽ നിന്നും ഒരു റിക്കവറി ഷെമീത്തയ്ക്ക് ഉണ്ടാവുമോ? എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.